അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാക്കിയ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകളുടെ കാര്യത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. ആ ഫയലുകൾ പുറത്തുവിടാൻ അനുമതി നൽകുന്ന ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു. 30 ദിവസത്തിനകം നിയമവകുപ്പ് ഫയലുകൾ പുറത്തുവിടണം. എപ്സ്റ്റീന്റെ ലൈംഗിക വാണിഭ ശൃംഖലയിൽ ലോകത്തെ ശക്തരും പ്രമുഖരുമായ നിരവധി പേരുകൾ ഉണ്ട് എന്നാണ് കരുതുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, അമേരിക്കയെ പിടിച്ചുലച്ച വിവാദമാണ് എപ്സ്റ്റീൻ വിവാദം. അതുമായി ബന്ധപ്പെട്ട് ഫയലുകൾ പുറത്തുവിടുമ്പോൾ നമുക്കറിയാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വരെ ഇതിന്റെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല ഒരുപാട് ഉന്നതരായ ശക്തരായ വ്യക്തികൾക്ക് നേരെ ആരോപണം പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫയലുകൾ പുറത്തുവിടാനുള്ള പ്രസിഡന്റിന്റെ തീരുമാനം അത് ഏതൊക്കെ രീതിയിൽ കോളിളക്കം ഉണ്ടാക്കും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ? ജിൽസി സൈഫു, കേരളത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുക എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് US കോൺഗ്രസിൽ പല തവണ ചർച്ചകൾ നടന്നു. US സെനറ്റ്, അതേപോലെ തന്നെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, ഇവിടെയെല്ലാം തന്നെ പലതരത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും നടന്നതിന് ശേഷമാണ് ഒടുവിൽ ആ ബില്ല് ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിലേക്ക് എത്തുന്നത്. ട്രംപ് ഈ ബില്ലിൽ ഒപ്പിടുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും സുപ്രധാനമായ ചോദ്യം. ഒടുവിൽ ഏറ്റവും അവസാന നിമിഷത്തിൽ ഡൊണാൾഡ് ട്രംപും അതിൽ ഒപ്പിട്ടിരിക്കുന്നു. എന്താണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗികമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും അതേപോലെ തന്നെ അതൊരു വാണിഭ ശൃംഖലയായി വളർത്തിയെടുക്കുകയും ചെയ്യുകയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ്റെ കൈകളിൽ ഈ പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തി അമേരിക്കയിലെ മാത്രമല്ല ലോകത്താകെയുള്ള പ്രമുഖരായ ആളുകൾ, ആ പ്രമുഖരായ പല ആളുകളെയും ഇതിൻ്റെ വലയിൽ കുരുക്കുകയും അവരിതിൽ പെൺകുട്ടികൾ ഉപയോഗപ്പെടുത്തുകയോ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ജെഫ്രി എപ്സ്റ്റീൻ തന്നെ തൻ്റെ കൈകളിൽ സൂക്ഷിക്കുകയും അത് ബ്ലാക്ക്മെയിലിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് കേസുകളിലുള്ളത്. പലതരത്തിൽ വിവാദങ്ങളായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീൻ ഒടുവിൽ 2019 ഓഗസ്റ്റ് 10 ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഈ ഫയലുകളിൽ എന്തൊക്കെയാണുള്ളത്? ലോകത്തെ ഏതൊക്കെ പ്രമുഖരെയാണ് ജെഫ്രി എപ്സ്റ്റീൻ തൻ്റെ ഈ ഒരു കെണിയിൽപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കെണിയിൽപ്പെട്ടത് എന്നടക്കമുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള പല വിവരങ്ങളും ഇനി പുറത്തു വരാൻ പോവുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല ലോക രാഷ്ട്രീയത്തിലെ തന്നെ പല സംഭവവികാസങ്ങൾക്കും ഈ ഫയലുകൾ പുറത്തു വന്നാൽ പലതരത്തിലുള്ള ഡയമെൻഷൻസ് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഫയലുകളിൽ വീഡിയോസ് ഉണ്ട്, അതേപോലെ തന്നെ ഓഡിയോ ക്ലിപ്പുകളുണ്ട്, ഇമെയിലുകളുണ്ട്, അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ വിവരങ്ങളുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റുകളുണ്ട് എന്നടക്കം ഈ ജെഫ്രി എപ്സ്റ്റീൻ തൻ്റെ ദ്വീപിൽ പല ആളുകളെയും അങ്ങോട്ട് വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. 1980-90 കാലഘട്ടത്തിൽ പാം ബീച്ചിൽ എപ്സ്റ്റീനും ട്രംപും തമ്മിൽ വളരെ വലിയ അടുപ്പത്തിലായിരുന്നു എന്നതിൻ്റെ ചില വിവരങ്ങൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അപ്പോൾ ട്രംപ് മാത്രമല്ല പല പേരുകൾ അതിലുണ്ട്. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, അതേപോലെ തന്നെ UK പ്രിൻസ് ആൻഡ്രൂ, അതേപോലെ തന്നെ ഇലോൺ മസ്ക്, മൈക്കിൾ ജാക്സൺ തുടങ്ങി പല പേരുകളും പല അഭ്യൂഹങ്ങളും പുറത്തുണ്ട്. ഇതിൽ ശക്തരായിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖർ, അതേപോലെ തന്നെ ബിസിനസ് ഭീമന്മാർ, രാജകുടുംബാംഗങ്ങൾ, ഹോളിവുഡിലെ പ്രമുഖരായ ആളുകൾ, ഇവരുടെ എല്ലാം പേരുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്ന സംഭവങ്ങളാണ്. അതിൽ ഇപ്പോൾ ഏതായിരുന്നാലും നിയമവകുപ്പിന് ഈ ബിൽ എന്താണെന്ന് ചോദിച്ചാൽ നിയമവകുപ്പിന് 30 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തന്നെ പുറത്തുവിടണം എന്നാണ് ഈ ഒരു ബില്ലിൽ പറയുന്നത്. ട്രംപ് തന്നെ സാധ്യതയുള്ള ഈ ബില്ല് ട്രംപ് ഒപ്പിടുമോ എന്നുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ക്യാമ്പിൽ തന്നെ, റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ വലിയ സമ്മർദ്ദം ഇത് പുറത്തു വിടണം എന്നുള്ള തരത്തിൽ ഉയർന്നു വന്നു. അതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായിരുന്നാലും ഈ ബില്ല് പുറത്തു വരാൻ ഇരിക്കുന്നത്. 30 ദിവസത്തിനകം അത് പുറത്തു വരുമ്പോൾ എവിടെയൊക്കെയാണ് ഞെട്ടുക, ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, എവിടെയൊക്കെയാണ് അതിൻ്റെ കോളിളക്കം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും പലതരത്തിൽ US മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയൊരു ചാകരയായി ഇക്കാര്യം മാറി എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. വരും ദിവസങ്ങളിൽ ഏതായിരുന്നാലും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൈല്, ഇതിലിപ്പോൾ ക്ലിന്റൺ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ആരോപണ മുനയിലുണ്ട്, രാഷ്ട്രീയക്കാരല്ലാത്തവരുണ്ട്. അപ്പോൾ ട്രംപ് പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഫയൽസ് പുറത്തുവിടുമ്പോൾ ട്രംപ് എങ്ങനെ ഇതിനെ ഉപയോഗിക്കും? ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ ആയുധമാണോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോൾ മറ്റു പല നിലക്കും വലിയ തിരിച്ചടിയേറ്റ് നിൽക്കുന്ന ട്രംപ് ഈ ഫയൽസിനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധ്യത? ട്രംപിന് ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ട്രംപിന് മാത്രമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിലല്ല ഈ ഫയലുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഡൊണാൾഡ് ട്രംപും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ചും 80-90 കാലയളവിൽ അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. പലപ്പോഴും ആ ഇരകളുമായി
ട്രംപ് സംസാരിച്ചിരുന്നു. ലൈംഗികമായി ഉപയോഗിച്ചു എന്നതിന് തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവരുമായി സംസാരിച്ചു എന്നതിന് വരെയുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തി ഡെമോക്രാറ്റ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഒരു കാര്യം ഒരിക്കലും നടക്കില്ല. പക്ഷേ താൻ പോലെ തന്നെ പല പ്രമുഖരും അവരുമായി സംസാരിക്കുകയും ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു പ്രതിരോധം ഒരുക്കുക എന്നുള്ളതല്ലാതെ ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ ട്രംപിന് ഒരിക്കലും സാധിക്കില്ല. കാരണം ആ തരത്തിലാണ് ഈ എപ്സ്റ്റീൻ കൊല്ലപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ എപ്സ്റ്റീൻ മരിച്ചു എന്ന് ജയിലിൽ നിന്ന് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് ശേഷം അടുത്ത പങ്കാളിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർ നല്ല ആളാണ് എന്നുള്ള തരത്തിലാണ് ട്രംപ് പ്രതികരിച്ചിരുന്നത്. ഷീസ് വെൽ. അപ്പോൾ ആ വാക്ക് വളരെ പ്രധാനമായിരുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിലേറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ തന്റെ ഒരു കൂട്ടുപ്രതി, ജെഫ്രി എപ്സ്റ്റീന്റെ ഒരു കൂട്ടുപ്രതി നല്ല ആളാണ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ്, അതേപോലെ തന്നെ എപ്സ്റ്റീനുമായി നല്ല ബന്ധമുള്ള ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ക്യാമ്പയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതേയൊക്കെ പോലെയുള്ള ലൈംഗിക അരാജകത്വങ്ങൾക്കെതിരെയൊക്കെയുള്ള പോരാട്ടങ്ങളടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നാൽ, ഇത് പുറത്തുവിടുന്നതിൽ പ്രധാന തടസ്സം ഡൊണാൾഡ് ട്രംപാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന് തന്നെ തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ടാണ് ഇത് പുറത്തുവിടാനുള്ള അനുമതിയിലേക്ക് ട്രംപ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും തന്റെ പാർട്ടിയിൽ തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പല പ്രമുഖരായ ആളുകളുടെയും പേരുകൾ ഇതിലുണ്ട്. ട്രംപിന് സഹായം നൽകുന്ന ആളുകളുടെ പേരുകളുണ്ട്. അതിൽ സ്വാഭാവികമായും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റ് പാർട്ടിയിലെയും അംഗങ്ങളുണ്ട്. അപ്പോൾ ഇതിന് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ ഒന്നും വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ആളുകളെയും എപ്സ്റ്റീൻ തൻ്റെ വലയിൽ കുടുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് ട്രംപിന് മാത്രമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. പല ശക്തരായ ആളുകൾ, അത് ഹോളിവുഡിലെയും അതേപോലെ തന്നെ ടെക് രംഗത്തെയും ബിസിനസ് രംഗത്തെയും ഒക്കെ ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. ഇനി അതിനെല്ലാം വേർതിരിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ഇനി ചെയ്യാനുണ്ടാവുക. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള പുതിയ മെഷീൻ ലേണിംഗ് അടക്കമുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോൾ എത്ര വലിയ ഫയലുകളാണെങ്കിലും വളരെ പെട്ടെന്ന് ഈ ഫയലുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെയും കൃത്യമായി വ്യവച്ഛേദിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓരോന്നോരോന്നായി പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ പല പ്രമുഖരായ ആളുകൾ, ഇപ്പോൾ ഇതിന്റെ ഇരകളായ ആളുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ആ തരത്തിൽ ഞങ്ങളെ ഈ ആളുകൾ പീഡിപ്പിച്ചിരുന്നു എന്നടക്കമുള്ള മൊഴികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. അപ്പോൾ അതിന് കൂടി ഇത് ഉപോത്ഫലകമാകും. അപ്പോൾ യുഎസിന്റെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ ഫയലുകൾ ഉള്ളത്. 400-ലധികം വരുന്ന രേഖകൾ ഇതിലുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായി അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് ലോകമാകെ പ്രതീക്ഷിക്കുന്നത്. UK-യിലെ പ്രിൻസ് ആൻഡ്രൂ അടക്കമുള്ള ആളുകൾ ഇതുണ്ട്. അപ്പോൾ US മാത്രമല്ല, UK-യിലും അതിന് പുറത്തും ഒക്കെയുള്ള പല പ്രമുഖരായ ആളുകളുമുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.